ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്കിസ്റ്റ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൈത്തനകത്ത് വരുന്ന ഡേറ്റ വിഷ്വലൈസേഷനിലെ 2D ഗ്രാഫിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ബാർ ചാർട്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ബാർ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. സെയിം സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ പോലെ നമ്മൾ ഓരോ റെക്റ്റാങ്കുലേഴ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രാഫാണ് അല്ലെങ്കിൽ ചാർട്ടാണ് നമ്മുടെ ബാർ ചാർട്ട്. അപ്പോൾ ഈ ഓരോ റെക്റ്റാങ്കുലേഴ്സും എന്തിനായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക? ഇതിനകത്തുള്ള ഓരോ റെക്റ്റാങ്കുലറും ഓരോ കാറ്റഗറീനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ ബാർസിനും, എല്ലാ റെക്റ്റാങ്കുലർ ബാർസിനും സെയിം വിഡ്ത്ത് ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഹൈറ്റ് ആയിരിക്കും. നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ എല്ലാത്തിനും സെയിം വിഡ്ത്താണ് വന്നേക്കുന്നത്, പക്ഷേ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഹൈറ്റ് എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക? ഓരോ കാറ്റഗറിയുടെയും ഫ്രീക്വൻസിനെ ആയിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു കയ്യിലൊരു ബാർ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇതിൽ ഏത് കാറ്റഗറിയാണ് ഈ ഇയറിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക? ഏറ്റവും ഹൈറ്റിൽ കിടക്കുന്ന കാറ്റഗറി ഏതാണോ അതായിരിക്കും നമ്മൾ പറയാം. അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ കാറ്റഗറീസിൽ ഏറ്റവും കുറവ് സെല്ല് ചെയ്തേക്കുന്ന ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കുലർ ഏതാണോ അതായിരിക്കും നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് പറയുന്നുണ്ടാവുക. അപ്പോൾ ഓരോന്നിൻ്റെയും ഹൈറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പൈത്തനകത്ത് ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടി വരിക. അതായത് ഈ ബാർ ഫംഗ്ഷൻ നമ്മുടെ മാച്ച് പ്ലോട്ട് ലിബിൻ്റെ അണ്ടറിൽ വരുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാർ ചാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൂടാതെ നമുക്ക് ബാർ ചാർട്ടിൻ്റെ അണ്ടറിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടും, രണ്ട് സ്റ്റാക്ക്ഡ് ബാർ ചാർട്ടും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആ പേര് പോലെ തന്നെ ഈ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിൽ നമുക്ക് കുറച്ച് ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഓരോ കാറ്റഗറിനെയും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമുക്കൊരു കമ്പാരിസൺ കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർക്കുക, കാറ്റഗറീസിനെ ഇവിടെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിൻ്റെ ഫിഗർ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, ഇതിനകത്തുള്ള ഓരോ ഗ്രൂപ്പുകളും ഓരോ കളറിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമുക്ക് ആ ഒരു കമ്പാരിസൺ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച ബാർ ചാർട്ടിനകത്ത് ഓരോ ബാറും ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു നിന്നത്. പക്ഷേ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിനകത്ത് ഓരോ ബാറും ഓരോ ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഗ്രൂപ്പ് വേണോ അത്രയും ഗ്രൂപ്പ് നമ്മൾ കോഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ വാല്യൂ കൊടുക്കുന്ന എത്ര വാല്യൂസാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ഗ്രൂപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത് മാറ്റ്പ്ലോട്ലിബിനെ PLT ആയിട്ട് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ matplotlib.pyplotനെ PLT എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. രണ്ടാമത് numpy ആസ് npy. ഈ numpy നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായി. അതായത് numpy എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അറേ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ numpy യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളതിനെ NP എന്ന് പറയുന്ന ഏലിയാസ് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ അത്രയും ഓക്കെ. അത് നമ്മൾ ഏത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും ഈ രണ്ട് സ്റ്റെപ്പ് മസ്റ്റാണ്. അതായത് മാറ്റ്പ്ലോട്ലിബിനെയും numpyനെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഇനിയാണ് നമ്മൾ ഡേറ്റ കൊടുക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഡേറ്റ വേണമല്ലോ, കാറ്റഗറി ഏതാണ്, ആ കാറ്റഗറിക്കകത്ത് എന്തൊക്കെ വാല്യൂസാണ് വേണ്ടത് അതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ആ വാല്യൂസ് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഉള്ള 3 ലൈൻസ്. അതായത് നമ്മുടെ കാറ്റഗറീസ് എന്ന് പറയുന്നത് ABC എന്നാണ്. അതിനകത്തുള്ള വാല്യൂസ് വരുന്നത് മെൻ എത്രയാണ് സ്കോർ ചെയ്തത്, വുമൺ എത്രയാണ് സ്കോർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് എയും, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ബിയും, ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് സിയും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഗ്രൂപ്പിനകത്തും 2 വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ബാറുകൾ ചേർന്നതായിരിക്കും ഒരു ഗ്രൂപ്പ്. ആ 2 ബാർ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ നമുക്ക് 2 വാല്യൂസാണ് ആ കാറ്റഗറിയിലോട്ട് പോകുന്നത്. അതേതൊക്കെയാണ്, മെൻ സ്കോർസും വുമൻസ് സ്കോർസും. അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിനകത്ത് 2 ബാർ വന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉണ്ടാകുന്ന വാല്യൂ 20, 25 എന്നായിരിക്കും. അപ്പോൾ 20 എന്ന് പറയുന്നത് മെന്ന് സ്കോർ ചെയ്തോ, 25 എന്ന് പറയുന്നത് വുമൺ സ്കോർ ചെയ്തതും. അപ്പോൾ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എന്തായിരിക്കും വാല്യൂ, മെന്ന് സ്കോർ ചെയ്ത 35ഉം വുമൺ സ്കോർ ചെയ്ത 32ഉം. സി ഗ്രൂപ്പിൽ വരുന്നത് മെന്ന് സ്കോർ ചെയ്ത 13, വുമൺ സ്കോർ ചെയ്ത 34ഉം ആയിരിക്കും വരുന്നുണ്ടാവുക.
അപ്പോൾ അതാണ് നമ്മുടെ ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകണം. അതായത് നമുക്ക് ഓരോ ബാറിനെയും നമുക്ക് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പൈനെ നമ്മൾ വിളിച്ചേക്കുന്നത് NP എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ NP ഡോട്ട് അറേഞ്ച് ഓഫ് ലെൻ ഓഫ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ബാറിൻ്റെയും പൊസിഷൻ അറേഞ്ച് ചെയ്ത് എക്സിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി എന്താണ്, നമ്മൾ ഓരോ ബാറിൻ്റെയും വിഡ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.35 ആണ്. അപ്പോൾ ഓരോ ബാറും വിഡ്ത്തായി വരുന്നത് ഇത്രയായിരിക്കും. ഇനി നമ്മൾ പ്ലോട്ടിങ്ങിലോട്ട് കടക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് മെൻ സ്കോർസ് എവിടെ നിൽക്കണം എന്നുള്ളതാണ്. അതായത് മെൻ എന്ന് പറയുന്ന ലേബൽ എവിടെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മെൻ സ്കോറിനെ എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് x മൈനസ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതുപോലെ അടുത്ത ലൈനിൽ നോക്കിയേ, വുമൺ സ്കോർസ് വരേണ്ടത് റൈറ്റിലോട്ട് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഫസ്റ്റ് എക്സ് മൈനസ് എന്ന് പറയുമ്പം ലെഫ്റ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനും എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെന്താണ്, നമ്മുടെ കാറ്റഗറി എന്ന് പറയുമ്പോൾ മെൻ സ്കോർസും വുമൺ സ്കോർസും ആണ്. അത് നമ്മൾ കോമയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വിഡ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അവിടെ നമ്മൾ വാല്യൂ കൊടുക്കാഞ്ഞത് എന്താണ്, നമ്മൾ തൊട്ട് മേലെ വിഡ്ത്തിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേര് അവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ ആ വാല്യൂ അവിടെ വന്നോളും. പിന്നെ നമ്മൾ ലേബലും കൊടുത്തു, മെന്ന് വുമൺ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലോട്ടിങ്ങിൻ്റെ കേസ്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ പ്ലോട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ് ലേബലിന്, വൈ ലേബലിന്, ടൈറ്റിൽ ഇതെല്ലാം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എക്സ് ലേബൽ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ആക്സിസിൽ എന്ത് പേരാണ് വരേണ്ടത്, അതെന്താണ് വരേണ്ടത്, കാറ്റഗറീസ് എന്നുള്ളതാണ്. അതുപോലെ വൈ ആക്സിസിൽ എന്ത് പേരാണ് വരേണ്ടത് എന്നുള്ളത് ഞാൻ വൈ ലേബലിൽ സ്കോർസ് എന്ന് പറഞ്ഞും സ്പെസിഫൈ ചെയ്തു. അടുത്തത് എന്താ കൊടുത്തേക്കുന്നത്, PLT ഡോട്ട് എക്സ് ടിക്സ്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിൽ കിടക്കുന്ന വാല്യൂ നമ്മൾ തൊട്ട് മേലെ എക്സിലോട്ട് ലൊക്കേഷൻ അസൈൻ ചെയ്തല്ലോ, അതിപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂവിലാണ് നിൽക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1, പിന്നത്തെ ഗ്രൂപ്പ് 2, പിന്നത്തെ ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് വേണ്ടേ, ABC എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് PLT ഡോട്ട് എക്സ് ടിക്സ് ഓഫ് എക്സ് കോമ കാറ്റഗറീസ്. എക്സിൻ്റെ അകത്ത് 1, 2, 3 ആണ്, കോമ നമ്മൾ കാറ്റഗറീസിൻ്റെ അകത്ത് എന്താണ് ABC എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് റീനെയിം ആയിക്കോളും. ഇനി നമ്മൾ എന്ത് ചെയ്തു, PLT ഡോട്ട് ലെജൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അതെന്തിനാണ്, ലെജൻഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതെല്ലാം ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് ഷോ എന്നും പറഞ്ഞു നമ്മൾ വിളിച്ചു. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ നമ്മൾ കോഡിൽ കൊടുത്ത പോലെ ടൈറ്റിലായിട്ട് ഗ്രൂപ്പുടെ ബാർ ചാർട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞു വന്നു. എക്സ് ആക്സിസിൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. വൈ ആക്സിസിൽ സ്കോർസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. ലെജൻഡിനകത്ത് മെന്ന് വുമണ് അതിൻ്റെ കറസ്പോണ്ടിങ് കളർ വന്നു. ഞാൻ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് നോക്കിയേ, മെന്ന് ഓറഞ്ച് കളർ ആയതുകൊണ്ട് തന്നെ മെന്ന് സ്കോർ ചെയ്തത് 20 ആയിരുന്നു. വുമണിൻ്റെ കളറ് ബ്ലൂ ആയിരുന്നു. അപ്പോൾ വുമൺ സ്കോർ ചെയ്തത് 25 ആയിരുന്നു. അതുപോലെ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ 3 എണ്ണം ഓരോ ഗ്രൂപ്പായിട്ട് ആ 3 എണ്ണം അങ്ങനെ നമുക്ക് പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട്. അടുത്തതാണ് നമ്മുടെ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ട്. ഇവിടെ ഓരോ ബാറും ഒരു ടോട്ടൽ വാല്യൂവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറിനകത്ത് നമ്മൾ ആ ഒരു സെയിം ബാറിനെ നമ്മൾ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരു ബാറിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ബാറിനകത്ത് തന്നെ 2 സെഗ്മെൻറ്റുകൾ വരും. ഒരു സെഗ്മെൻറ്റ് താഴെയും ഒരു സെഗ്മെൻറ്റ് മേലെയും. അതായത് നമ്മൾ ഈ പ്ലേറ്റൊക്കെ അടുക്കി വെക്കില്ലേ, അതുപോലെ ഒരു ബാർ ചാർട്ടിൽ ഒരു ബാറിന് മേലെ മറ്റൊരു ബാറായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ 2 ബാർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 ബാറിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ബാറ് കുറച്ച് ഹയസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്, താഴെ കിടക്കുന്ന ബാറ് കുറച്ച് ചെറുതുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മേലെ കിടക്കുന്ന ബാറാണ് ഈ ടോട്ടൽ വാല്യൂവിൻ്റെ ഇൻക്രീസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ കേസിലെ പോലെ മാറ്റ്പ്ലോട്ലിബിനെയും നംപൈനെയും ഇമ്പോർട്ട് ചെയ്തു. ഡേറ്റ എന്ന് പറഞ്ഞിട്ട് സെയിം നമ്മൾ ABC വുമൺ എത്രയാണ് സ്കോർ ചെയ്തത്, മാൻ എത്രയാണ് സ്കോർ ചെയ്തത് എന്നുള്ളതൊക്കെ കൊടുത്തു. നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ അടുത്തത് നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞതാണ്, നമുക്ക് ലൊക്കേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് NP ഡോട്ട് അറേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു. വിഡ്ത്ത് നമ്മൾ 0.5 എന്നും പറഞ്ഞ് സ്പെസിഫൈ ചെയ്തു. ഇനിയാണ് നമ്മൾ സ്റ്റാക്ക്ഡ് ബാറിനെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എക്സ് എന്ന് സ്പെസിഫൈ ചെയ്തു. എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൊക്കേഷനാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട, നേരത്തെ പോലെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. കാരണം ഇത് ഗ്രൂപ്പല്ല, ഇത് നമ്മൾ നോർമലി നിൽക്കുന്ന ഒരു ബാർ പോലെ തന്നെയാണ്. പക്ഷെ ഒരു ബാറിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ എക്സ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തു. പിന്നെ നമ്മുടെ കാറ്റഗറി മെൻ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തു. വിഡ്ത്ത് കൊടുത്തു, ലേബലും കൊടുത്തു. അടുത്ത ലൈനിലും സെയിം പോലെ തന്നെ PLT ഡോട്ട് ബാർ. ഈ ബാർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റാക്ക്ഡ് ബാർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് മാറ്റ്പ്ലോട്ലിബിൻ്റെ.
അപ്പോൾ ആ ബാർ PLT ഡോട്ട് ബാർ എന്ന് പറഞ്ഞിട്ട് എക്സ് സ്പെസിഫൈ ചെയ്തു. വുമൺ സ്കോറിൻ്റെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വുമൺ സ്കോർസ് കൊടുത്തു, വിടുത്ത് കൊടുത്തു, ബോട്ടം ഈക്വൽ ടു മെൻ സ്കോർസ് എന്ന് പറഞ്ഞു കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ടിനകത്ത് ഒരു ബാറിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ താഴത്തെ ബാർ ഏതാന്നുള്ളത് സ്പെസിഫൈ ചെയ്തതാണ്. അത് താഴത്തെ ബാർ മെൻ എത്രയാണ് സ്കോർ ചെയ്ത് എന്നുള്ളതായിരിക്കും. ആൻഡ് മേലത്തെ ബാർ എന്തായിരിക്കും? വുമണിൻ്റെ സ്കോർ ചെയ്ത ഭാഗവും ആയിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ലേബലും കൊടുത്തു വുമൺ. ഇനി നമ്മൾ ലേബൽസ് കൊടുക്കാൻ പോവാണ്. അതായത് PLT ഡോട്ട് എക്സ് ലേബൽ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ ലേബൽ വിച്ച് ഈസ് കാറ്റഗറീസ്. അതിന് PLT ഡോട്ട് വൈ ലേബൽ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലെ ലേബൽ വിച്ച് ഈസ് സ്കോർസ്. പിന്നെ നമ്മൾ PLT ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു. അത് നമുക്ക് ടൈറ്റിലായിട്ട്, അതായത് ബാർ ചാർട്ടിൻ്റെ തൊട്ട് മേലെയുടെ ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അതിനകത്ത് നമ്മൾ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരും. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ PLT ഡോട്ട് എക്സ് ടിക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ എക്സ് കോമ കാറ്റഗറീസ് എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത സമയത്ത് കാറ്റഗറീസ് 1 2 3 പറഞ്ഞിട്ടായിരിക്കും വരിക. അത് നമ്മൾ ബാക്ക് ടു ABC കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ആൻഡ് ലെജൻഡ് ബോക്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് ലെജൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ ഫിഗർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് ഷോ എന്നും പറഞ്ഞും കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തതുപോലെ തന്നെ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞു വന്നു, എക്സ് ആക്സിസിൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞു വന്നു, വൈ ആക്സിസിൽ സ്കോർസ് എന്ന് പറഞ്ഞു വന്നു. ലെജൻഡ് ബോക്സിനകത്ത് മെന്ന് കറസ്പോണ്ടിങ് ബ്ലൂ കളർ, വുമൺ ആൻഡ് കറസ്പോണ്ടിങ് പിങ്ക് കളർ. ഇനി നമ്മൾ ആ ഫിഗറിലോട്ട് നോക്കിയേ. നമ്മൾ ആ കോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായി ബോട്ടത്തിൽ എന്താണ് കിടക്കേണ്ടത്, മെൻ എത്രയാണ് സ്കോർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ ബോട്ടത്തിൽ നോക്കിയേ, ബ്ലൂ കളറല്ലേ? ബ്ലൂ ആരുടെയാണ്? മെന്നിൻ്റെയാണ്. വുമൺ പിങ്ക് കളറായിരുന്നു. വുമൺ അപ്പോൾ ഈ ബ്ലൂയുടെ മേലെ ഏറ്റവും അപ്പിലാണ് കിടക്കുന്നത്. ആൻഡ് ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് പറയാമല്ലോ മെൻ എത്രയാണ് സ്കോർ ചെയ്തത്, വുമൺ എത്രയാണ് സ്കോർ ചെയ്തത്. അപ്പോൾ എൻ്റെ കേസിൽ മെൻ എത്രയാണ് സ്കോർ ചെയ്തത്? 20. വുമൺ എത്രയാണ് സ്കോർ ചെയ്തത്? 45. ബിയിൽ നമ്മൾ മെൻ എത്രയാണ് സ്കോർ ചെയ്തത്? 35. വുമൺ സ്കോർ ചെയ്തത് 65. അങ്ങനെ നമുക്ക് ഓരോ ചാർട്ട് കാണുമ്പോഴും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ടും അതുപോലെ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടും.